ചെറിയൊരു പർച്ചേസായിട്ട് അജ്മാൻ ഡേ ടു ഡേയിൽ വന്നതാണ്. കൊച്ചു കൊച്ചു പർച്ചേസുകൾ, മക്കൾക്ക് കുറച്ച് സാധനം മേടിക്കണം. ഹന്ന ഹായ് പറ ഹന്ന. കുറച്ച് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ കുറച്ച് ഗ്രോസറി സാധനങ്ങൾ, ഗ്രോസറി എന്തായാലും ഇവിടെ കാണില്ല, കുറച്ച് സ്റ്റേഷനറി സാധനങ്ങൾ, അങ്ങനെ വീട്ടിന് ആവശ്യമായത്, മക്കൾക്ക് സ്കൂളിലോട്ട് ആവശ്യമായത്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ പെൻസിലിൻ്റെ സെക്ഷൻ, സ്കെയിലിൻ്റെ സെക്ഷൻ, ഇവിടെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇത് കാൽക്കുലേറ്റർ വിത്ത് പെൻസില്. എൻ്റെ മക്കൾ ഭയങ്കര ബഹളം. ഞാൻ കാണിച്ചു തരാം, ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരാം. പൗച്ച് മേടിച്ചാൽ മതിയാ? ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ ഉപ്പമാർ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഓ സ്കെയിലാ എടുത്തോ. എൻ്റെ മോൻ തപ്പി എടുത്തിട്ട് ഡ്രാഫ്റ്റിംഗ് സ്കെയില്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ഡ്രാഫ്റ്റിംഗ് സ്കെയിൽ എടുത്തിട്ട് വരുന്നു. സുബ്ഹാനല്ലാഹ്. ഏത് ഹന്നാക്കുട്ടിയുടെ സെലക്ഷൻ എന്തേത്? ഓ വാട്ടർ കളർ ബോർഡ് വെച്ചോ. കുട്ടികൾക്കായിട്ടുള്ള കുറേ വെറൈറ്റി സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് അജ്മാൻ ഡേ ടു ഡേ എന്നറിയാന്ന് വെച്ചാൽ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ലൈക്ക് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആകട്ടെ, അല്ലാത്ത എന്താ പറയുക വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കുറേ സെലക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഒരെണ്ണം അന്വേഷിച്ച് വന്നാണെങ്കിൽ അതിന് 10 എണ്ണം തത്തുല്യമായിട്ട് ഇവിടെ എന്തായാലും കാണും. അത്രയും നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. പോയമനെ എന്തോ കളർ പെൻസിൽ എടുക്കണ്ടേ? കളർ പെൻസിൽ, ക്രയോൺസ്, ബുക്ക് പെൻസിൽ, പൗച്ച്, ബോക്സ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ. അവിടെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. കാൽക്കുലേറ്റർ ഇവിടുത്തെ പ്രൈസ് എന്ന് വെച്ചാൽ 10 ദിർഹംസ് 11 ദിർഹംസേ വരുന്നുള്ളൂ. ഇപ്പോഴത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിർഹംസ് 25 ഇന്ത്യൻ റുപ്പീസ് എന്നുള്ള രീതിയിൽ ചെറിയ പൈസ വരത്തുള്ളൂ. നോക്കാം, മക്കൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഓ ഇതാ നോക്കി, നല്ല കളർ നോക്കി എടുത്തേ. അത് പിങ്കിൻ്റെ ആള്, മറ്റേത് ബ്ലൂവിൻ്റെ ആള്. നോക്കണേ, കുറച്ച് ഞാൻ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യാൻ കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിരിക്കുന്ന ബുക്ക്, പെൻസില്, റബ്ബർ, കട്ടർ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ വാങ്ങിക്കുന്നത്. ഇതാ ഫാൻസി ആയിട്ടുള്ള റൈസസ്. അന്ന ഇത് വേണോ? ഇത് വേണോ? ആനിമൽസിന്റെ ഇതാണോ വേണ്ടത്? ഓക്കെ, അതെടുത്തോ. നിനക്ക് വേണമെന്ന് ബോക്സ് എന്താന്ന് വെച്ചാൽ, പക്ഷെ ബോക്സ് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. എൻ്റെ മക്കൾ ഇതൊന്നും യൂസ് ചെയ്യില്ല. എന്ത് വെറൈറ്റി സാധനങ്ങൾ അവിടെ ഉള്ളതെന്നറിയാമോ? കൺഫ്യൂഷനാവും. പിന്നെ ഞാൻ അധികം വാങ്ങിച്ച് കൂട്ടൂല. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഫ്രണ്ട്സിന് ഇവിടെ തന്നെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കട്ടർ എടുക്കട്ടെ? ഓ നോക്കട്ടെ, നല്ലത് നോക്കി എടുക്കണം. പിടിച്ച പഠിച്ചിരുന്ന ടൈമിലേ ഇങ്ങനെയുള്ള ഗ്ലോബൊക്കെ വാങ്ങിക്കാൻ എന്താ ആഗ്രഹം കാണിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ അന്നത്തെ സാഹചര്യം നടന്നിട്ടില്ല. പക്ഷെ ഇതൊക്കെ ഇപ്പോഴും കാണുമ്പം ഒരു കൗതുകമാണ്. അന്നത്തെ സ്കൂൾ ലൈഫൊക്കെ നല്ല മിസ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോഴും. പെൻസിൽ എടുത്തിട്ടുണ്ട്. പെൻസില്, കളർ പെൻസില്, പൗച്ച്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഈവൻ ഇനിയിപ്പം ഏപ്രിൽ കഴിഞ്ഞാൽ ഓഗസ്റ്റ് ജൂണിൽ അവധിയാണ്. അപ്പോൾ സ്കൂൾ റീഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും വരേണ്ടി വരും. അപ്പം ഈ ഒരു വർഷത്തെ സ്കൂളിൻ്റെ പീരീഡ് പിള്ളേരെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം പുതിയ അക്കാദമിക് ഇയർ, അതായത് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഇറങ്ങാൻ മേല, പെരുന്നാളിൻ്റെ ഒക്കെ തിരക്കല്ല. അതുകൊണ്ട് നേരത്തെ വന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് കാര്യങ്ങളൊക്കെ. വാ ഇവയിലെ ഏറ്റവും വലിയ ഡേ ടു ഡേ ആണിത്. ഇതൊരു ടോയ്സിൻ്റെ സെക്ഷനാണ്. ഒരുപാടുണ്ട്. കണ്ടാലും മതിയാവില്ല. ഏറ്റവും കൂടുതൽ സ്ക്വയർ ഫീറ്റുള്ള ആകെ ഒരു ഡേ ടു ഡേ ഉള്ളൂ UAE-ൽ. ഡേ ടു ഡേസ് ഒരുപാടുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ സ്ക്വയർ ഫീറ്റും വിസ്താരത്തോടും കൂടിയിട്ടുള്ളത് അജ്മാൻ ഡേ ടു ഡേ ആണ്. ഇത് ടോയ്സിൻ്റെ സെക്ഷനാണ്, ഫുള്ള് ടോയ്സിൻ്റെ സെക്ഷനാണ്. കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇവിടെ. ഇവിടെ ഉള്ളത് ഹോം ഡെക്കറേഷൻ ഐറ്റംസ് ആണ്.
കണ്ടില്ലേ, ഇത് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ സെക്ഷനാണ്. എന്താ ഭംഗിയല്ലേ, കണ്ടാലും മതിയാവാത്ത തരത്തിലാണ് ഇവിടെയുള്ള സാധനങ്ങളും. യുണീക്കായിട്ടുള്ള കുറേ പീസസ് കാര്യങ്ങൾ. എന്താ ഭംഗി. ഓക്കെ, ലൈക്ക് ഗ്രീനറി ഇഷ്ടപ്പെടുന്നവർക്ക് ഗ്രീനറീസ് നല്ല ഭംഗിയുണ്ട് ഇവിടെ. ലൈക്ക് എന്താ ഇവിടെ വന്നാൽ നമ്മുടെ ഏകദേശം ഒരു 500 ദിർഹംസിലേറെ പൊട്ടും. നാട്ടിലൊരു 25,000 ഒരു പർച്ചേസിനാണ്. അതിൽ കൂടുതൽ പൊട്ടിയില്ലെങ്കിലേ ഉള്ളൂ ആവശ്യം. കാരണം അത്രയും വെറൈറ്റി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഇത് ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. കുറേ വെറൈറ്റീസ് ഡ്രസ്സ് ഉണ്ട്. പക്ഷെ എനിക്കൊന്നും കൂടി ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന് കംഫർട്ട് സോൺ ആകണില്ല. നോക്കട്ടെ, എന്തായാലും മക്കൾക്കായിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കണം. ഇത് കണ്ട ഈ ഫ്ലോർ ഫുള്ളും ഇവിടുത്തെ എല്ലാവർക്കും 3rd ഫ്ലോറാണ്. 3rd ഫ്ലോർ ഫുള്ളും നൈറ്റി സെക്ഷനാണ് ഇവിടെ. നൈറ്റി മാത്രമല്ലല്ലോ, സോറി, ഇത് നൈറ്റിയുടെ സെക്ഷനിലാണ് നിൽക്കുന്നത്. ഡ്രസ്സിൻ്റെ സെക്ഷനാണ് കൂടുതലും. കലയ്ക്ക് എന്താണ് ലൈക്ക് കൺഫ്യൂഷനായിപ്പോൾ. അമ്മാതിരി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇത് അറബിക്ക് ഇവിടുത്തെ ലോക്കൽസ് ഇടുന്ന ടൈപ്പ് ഓഫ് നൈറ്റീസാണ് ഇവിടെ. ഇതങ്ങോട്ടല്ലേ കാണിച്ചു തരാം ഓരോരോ കാര്യങ്ങളായിട്ട്. ഓൾമോസ്റ്റ് ഞങ്ങളുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അന്നെ കണ്ണാടി കാണിച്ചെടുത്തേ. നല്ല സൂപ്പർ കണ്ണാടിയൊക്കെ വാങ്ങിച്ച് സെറ്റായി. അപ്പം ഞങ്ങൾ അജുമാൻ്റെ ഇട്ടിടന്ന് വീട്ടിൽ പുറകെയാണ്. മറിയാൻ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളാണ്. കുറച്ചേ ഉള്ളൂ. അപ്പം വീണ്ടും വേറെ വ്ളോഗിൽ കാണാൻ വരെ. ടാറ്റാ.